ഒമിക്രോൺ ഇന്ത്യയിലും കർണാടകയിൽ 2 പേരിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 66ഉം 46ഉം വയസ്സുള്ളവരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണെന്ന് ആരോഗ്യ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇന്ത്യയിലും എത്തിയിരിക്കുന്നു, കർണാടകയിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ എടുത്തിരിക്കുന്ന നടപടികൾ? എത്തരത്തിലായിരിക്കും ഒമിക്രോണിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തെ സജ്ജമാക്കുക? മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം എത്തരത്തിലാണ്? ധന്യ, നേരത്തെ തന്നെ കർണാടകയിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് നിലവിൽ രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടുള്ള കോവിഡുകളുടെ വകഭേദമല്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി നിരന്തരം കർണാടക സർക്കാർ ആശയവിനിമയം നടത്തിയത്. വിദഗ്ധമായ പരിശോധനയിൽ ആണ് ഇപ്പോൾ ഈ 2 പേർക്കും ഒമിക്രോൺ വേർഷൻ ആണ് ബാധിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് രാജ്യത്ത് ആകെ 2 പേർക്ക് മാത്രമാണ്. അതിൽ ഒരാൾ 66 വയസ്സും മറ്റൊരാൾ 46 വയസ്സുള്ള 2 പുരുഷന്മാരാണ്. അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് 37 വിമാനങ്ങളിലായി 7976 യാത്രക്കാരായിരുന്നു രാജ്യത്ത് എത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 10 യാത്രക്കാർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പിളുകളും ജനിതക ശ്രേണീകരണത്തിന് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമോ എന്നതിൽ വരും ദിവസങ്ങളിൽ മാത്രമേ കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ രോഗം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഏറെ ആശ്വാസകരമാകുന്ന ഒന്നാണ് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. കാരണം ഈ രോഗം സ്ഥിരീകരിച്ചവരെ വളരെ പെട്ടെന്ന് തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് കൂടുതൽ ആളുകളുമായി സമ്പർക്കം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ദക്ഷിണാഫ്രിക്ക, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ഉണ്ടായ പശ്ചാത്തലത്തിൽ ആണ് അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന വിമാനങ്ങളിലെ ആളുകളിൽ പരിശോധന നടത്തുകയും അങ്ങനെ രോഗം സ്ഥിരീകരിച്ചവരുടെ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ വിമാനത്തിൽ അടക്കം, അതായത് ഈ 2 പേർ യാത്ര ചെയ്ത വിമാനത്തിൽ ഉൾപ്പെടെ ഉള്ളവർ സമ്പർക്ക പട്ടികയിലേക്കാണ് വരുന്നത്. അവരും കൃത്യമായി ക്വാറന്റൈനിൽ ഇരിക്കണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. രോഗം ഇല്ലാത്തവരും 7 ദിവസത്തിലധികം നിരീക്ഷണത്തിൽ തുടരേണ്ട പശ്ചാത്തലമുണ്ട്. നെഗറ്റീവ് ആണ് എങ്കിൽ പോലും വീണ്ടും പരിശോധന ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിരുന്നു. അത് പ്രകാരം ഈ രോഗത്തിന്റെ വ്യാപനം കുറയ്ക്കാനാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും കർണാടകം അതീവ ജാഗ്രതയാണ് ഈ വിഷയത്തിൽ പുലർത്തുന്നത്. കൂടുതൽ ശക്തമായ പ്രതിരോധത്തിന്റെ സാഹചര്യമാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തിന് തന്നെ ഒട്ടേറെ സംശയങ്ങളുണ്ട് ഈ രോഗവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വാക്സിനുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ രോഗം വരുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. അതായത് പല രാജ്യങ്ങളിലും വാക്സിനേഷനുകൾ വളരെ കുറവായിരുന്നു. അത്തരം രാജ്യങ്ങളിൽ ആണ് ഇപ്പോൾ ഈ രോഗവ്യാപനം കണ്ടെത്തിയിട്ടുള്ളത്. വാക്സിനേഷൻ കൂടുതൽ നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ രോഗവ്യാപന ശേഷി കുറയും എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ വാക്സിനേഷൻ പദ്ധതിയിലും വലിയ വ്യത്യാസം. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ ഇവിടെ വാക്സിനേഷന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ പെട്ടെന്നുള്ള വാക്സിനേഷൻ കംപ്ലീറ്റ് ആക്കുക, അതായത് ഫസ്റ്റ് ഡോസ് 100%, സെക്കൻഡ് ഡോസ് മാക്സിമം എത്തിക്കുക എന്നുള്ള പദ്ധതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും ഇതിലേക്ക് കടക്കേണ്ടതില്ലേ? അത് എത്രത്തോളം വെല്ലുവിളിയാണ് കേന്ദ്രത്തെ സംബന്ധിച്ച്? കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെയാണ് കോവിഡ് അവലോകന യോഗങ്ങൾ നടക്കുന്നത്. ഡിസംബർ അവസാനത്തോടുകൂടി രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും കുറഞ്ഞത് 1 ഡോസ് വാക്സിൻ എങ്കിലും ഉറപ്പാക്കണം എന്നുള്ള ദൗത്യവുമായാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് പൂർണ്ണമായും എത്തിക്കുക എന്നത് കുറച്ച് ശ്രമകരമാണ്. കാരണം നിർബന്ധിച്ച് വാക്സിൻ എടുക്കുക എന്നത് സാധ്യമല്ല. പലരും മറ്റ് അസുഖങ്ങൾ ഉള്ളതിന്റെ പേരിൽ വാക്സിൻ സ്വീകരിക്കാത്തവരായുണ്ട്. അതോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങളുടെ പേരിലും വാക്സിൻ സ്വീകരിക്കാത്തവരായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇത്തരത്തിൽ ആളുകളെ കൂടി കൃത്യമായി ബോധവൽക്കരിച്ചുകൊണ്ട് വേണം വാക്സിൻ എടുക്കാൻ എന്നുള്ളതാണ് നിർദ്ദേശം. അത്തരം ബോധവൽക്കരണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷനുകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുക, ഒപ്പം ആദ്യ വാക്സിൻ സ്വീകരിച്ചവർക്ക് കൃത്യമായ സമയ കാലയളവിൽ തന്നെ 2ാമത്തെ ഡോസ് വാക്സിനും ഉറപ്പാക്കുക എന്ന നീക്കത്തിലേക്കാണ് പോകുന്നത്. അതിനിടെയാണ് കോവിഷീൽഡ് ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ
ബൂസ്റ്റർ ഡോസുകൾക്ക് കൂടി അനുമതി നൽകണം എന്ന തരത്തിൽ DGCA അടക്കം ബന്ധപ്പെടുകയും ഡ്രഗ്സ് കൺട്രോൾ ബോർഡിനെ അടക്കം ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സുപ്രധാനമായ ഒന്നാണ്. പക്ഷേ ഈ വാക്സിനുകൾക്ക് പുതിയ വകഭേദത്തെ പിടിച്ചു നിർത്താനാകുമോ എന്നത് സംബന്ധിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് ഇപ്പോഴും അഭിപ്രായ ഭിന്നതയുണ്ട്. ഡെൽറ്റ വകഭേദത്തെക്കാൾ 2% അണുബാധ കൂടുതൽ ഉണ്ട് എന്നാണ് വൈദ്യശാസ്ത്ര രംഗം പറയുന്നത്. ബീറ്റ വകഭേദത്തെക്കാൾ 5 ഇരട്ടി രോഗവ്യാപന ശേഷിയുണ്ട് ഈ ഒമിക്രോണിന് എന്നാണ്. ഒപ്പം ഈ ഒമിക്രോണിനെ കുറിച്ച് അനാവശ്യമായ ആശങ്കയാണ് പരത്തുന്നത് എന്ന തരത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ശാസ്ത്രീയമായ കണ്ടെത്തലുകളും പഠനങ്ങളും അനിവാര്യമാണ്. ഒരുപക്ഷെ അപകട സാധ്യതയുള്ള ഒന്ന് എങ്കിൽ അതിന്റെ വ്യാപനം കുറയ്ക്കുക എന്നതിനായിരിക്കും ഇനി പ്രാധാന്യം നൽകുക. രാജ്യത്ത് ഈ 2ാം തരംഗത്തിന് ശേഷം ആളുകൾ പഴയ ജീവിത നിലവാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ആണുള്ളത്. ജീവിത നിലവാരം, ജീവിത സാഹചര്യങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നത് എന്നത് ഏറെ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ വിവിധ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പലവട്ടം ആരോഗ്യ വിദഗ്ധരുടെ യോഗങ്ങൾ വിളിക്കുകയും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ നടത്തേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ച് കൃത്യമായി വിലയിരുത്തി. എന്തായാലും വലിയ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും. കാരണം 2 കേസാണെങ്കിൽ പോലും അത് എത്രത്തോളം കാര്യമായി ഗൗരവമായി എടുക്കേണ്ടതാണ് എന്നറിയാം. രോഗവ്യാപന ശേഷി കൂടുതലാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നവരുടെ സമ്പർക്കത്തിലുള്ള എല്ലാവരും നിരീക്ഷണത്തിലാണ്. ഇനി എന്താണ് എന്നുള്ള കാര്യങ്ങൾ കേന്ദ്രം പരിശോധിക്കുകയായിരിക്കും. രോഗം സ്ഥിരീകരിച്ചതിനെ കുറിച്ച് കർണാടക മുഖ്യമന്ത്രിയുടെ പ്രതികരണം. These 2 cases of people who had traveled from South Africa last week. Okay. We have been testing all the people who come from all these 13 countries. And when we tested, out of that, one strain was little different. That's why we sent to NCBS in Delhi for a complete genome test. And that test has come today. In fact, I was there with the Union Health Minister about few hours ago, but now it has come, so we are waiting for all the details, number 1. Number 2, we have to have a different protocol, if need be. And we have already discussed with our experts, supposing if it comes, what should be done and all those things. So we are prepared. And as far as this strain is concerned, a lot of experts have said that this is a strain where it will not have a serious effect. Yes. Especially the hospitalization and ICU, but it spreads fast. So we have to concentrate in our tracking, tracing, testing, as well as social behaviors. And we have to restrict all people getting together in a large number. We have to be a little more careful. So that's a challenge. KP അഭിലാഷ് വീണ്ടും ചേരുന്നു. അഭിലാഷ്, അവിടെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, അതായത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നാണ് കർണാടകയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും എത്രത്തോളം ആശങ്കയല്ല ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഇത്രയും വ്യാപന ശേഷിയുള്ള ഒരു വകഭേദം ഇന്ത്യയിലേക്ക് എത്തുക, അത് ഇന്ത്യയുടെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ വേറൊരു സ്റ്റേജിലേക്ക് മാറിയിരുന്നു. കോവിഡിനെ നമ്മൾ ഒതുക്കി കോവിഡിൽ നിന്ന് നമ്മൾ മുക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വകഭേദം വരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? അത് ആ തരത്തിൽ സംഭവിക്കാതിരിക്കാൻ കേന്ദ്രം ഏതൊക്കെ വഴികളായിരിക്കും സ്വീകരിക്കുക? ധന്യ, നിലവിൽ യാത്രാ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിച്ചു വരികയാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അപകട സാധ്യത കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് പൂർണ്ണമായും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പരിശോധന നടത്തുകയും ആ പരിശോധനയ്ക്ക് ശേഷം മാത്രം അവർക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നത്.
എന്നാൽ ഇനി ഒരു പക്ഷേ ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്നവർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽപ്പെട്ടവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നവർ ഉണ്ടാകാം. നമുക്കറിയാം കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകളാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും മറ്റുമൊക്കെയായി യാത്ര ചെയ്യുന്നത്. അവിടെയുള്ള ആളുകൾ പലരും ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന നിലയിൽ തന്നെ ഈ രോഗവ്യാപന ശേഷി കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യ മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. കേരളത്തിന് പുറത്ത് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ ജനസംഖ്യയാണ് ഉള്ളത്. സാന്ദ്രത വിലയിരുത്തുമ്പോൾ വലിയ തരത്തിൽ ഉള്ള ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ളവ എത്രത്തോളം പോസിബിൾ ആണ് എന്നതാണ് മറ്റൊന്ന്. നമുക്കറിയാം ഡൽഹിയിൽ തന്നെ രണ്ടാം തരംഗം ഉണ്ടായപ്പോൾ വലിയ തോതിൽ ആശുപത്രികളിൽ അടക്കം ഷോർട്ടേജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴത്തെ വകഭേദം വളരെ 5 ഇരട്ടി, അതായത് ബീറ്റ വകഭേദത്തെക്കാൾ 5 ഇരട്ടി വേഗതയിലാണ് രോഗവ്യാപനം എന്നാണ് പറയുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന അവസ്ഥ എന്നത് ഒരേ സമയം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത്രയും ആളുകളെ ആശുപത്രികൾക്ക്, രാജ്യത്തെ ആശുപത്രികൾക്ക് ഉൾക്കൊള്ളേണ്ടതായി വരും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് താനും. നേരത്തെ രണ്ടാം വകഭേദത്തിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, രണ്ടാം തരംഗത്തിൽ ആളുകൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി വിലയിരുത്തൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒമിക്രോൺ എന്നത് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മറ്റ് ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് ഇനിയും പഠനങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രലോകത്തിന് തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട്. ഒമിക്രോൺ എന്നത് വ്യാപനശേഷി കൂടുതലാണ് എങ്കിലും അപകട സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ട്. ഇത്തരം ശാസ്ത്രീയമായ നിഗമനങ്ങൾ കൂടി കടന്നു വരേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇന്ത്യയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും രാജ്യം കൈക്കൊള്ളാൻ പോകുന്ന പ്രധാനപ്പെട്ട നിലപാട് എന്നത് വ്യാപനത്തിന് തടയിടുക എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ നടക്കുക. ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളവരുടെയും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെയും പട്ടിക തയ്യാറാക്കി കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തും. ഒപ്പം ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നടക്കം എത്താൻ സാധ്യതയുള്ളവരെ കൂടുതൽ മോണിറ്റർ ചെയ്യുകയോ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ യാത്രാ വിലക്ക് പോലെയുള്ള കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയും വരും ദിവസങ്ങളിൽ തള്ളിക്കളയാനാവില്ല. ശരി, നന്ദി അഭിലാഷ്. ഇടവേള.